അപ്പോൾ ബിഗ് ബോസിനകത്ത് കയറി ഇറങ്ങിയതിനു ശേഷം അനുമോളുടെ അമ്മയും സഹോദരിമാരും കൂടി ചേർന്ന് വളരെ രൂക്ഷപരമായ അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു ആക്ഷേപം നമ്മുടെ അനീഷിനെതിരെയും അതുപോലെ തന്നെ അനീഷ് ആർമിക്കെതിരെയും അതുപോലെ തന്നെ അനീഷിന്റെ സഹോദരനെതിരെയും എല്ലാം ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ അനീഷിന്റെ ആർമിയും അതുപോലെ തന്നെ സഹോദരനും കൂടി ചേർന്നുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ അനുമോളെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്, കരുതിക്കുട്ടി തേജോവധം ചെയ്യുന്നുണ്ട്, അവർക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് തകർക്കരുത് എന്നാണ് നമ്മുടെ അനുമോളുടെ സഹോദരി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നാകെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ബിഗ് ബോസ് കാണുന്ന ആർക്കും തന്നെ അനുമോളും അനീഷും തമ്മിൽ അത്തരമൊരു പ്രശ്നം അതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഇതിനെക്കുറിച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അനുമോളുടെ ഫാമിലി ചെറിയ ഒരു ഇൻഫർമേഷൻ അനുമോൾക്ക് കൊടുത്തതിൻ്റെ ഒരു ഉദാഹരണം ഇന്നത്തെ ലൈവ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ തീരെ വളരെ മോശകരമായ രീതിയിലുള്ള തീരെ റോൾ മോഡലാക്കാൻ പറ്റാത്ത ഒരാളെയും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത്. ബിഗ് ബോസ് അങ്ങനെയാണ്, അങ്ങനത്തെ ടാസ്കുകളാണ്, കച്ചറ ഉണ്ടാക്കാനുള്ള ടാസ്കുകളാണ് പരമാവധി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറ്. പക്ഷേ അതിൽ അനുമോൾ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് എന്നുള്ളതാണ് വളരെ വൃത്തികെട്ട അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ പകർത്താൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് അനീഷ് എന്നാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് പുറത്ത് വന്നിട്ട് അനുമോളുടെ ഫാമിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾ എന്താണ് ഈ പുറത്ത് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അനുമോളുടെ സഹോദരിമാർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ്. ഇവർക്ക് ഒഫീഷ്യൽ ഒരു പേജ് ഉണ്ടല്ലോ, അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേജിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത്. ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, അനുവിന് വേണ്ടി ഗ്രൂപ്പുണ്ട്, ആർമി ഗ്രൂപ്പ്, ഫാൻസ് ഗ്രൂപ്പും ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത്? അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് പബ്ലിക്കായിട്ട് ഇടുന്നു. ഒരുപാട് പേര് കയറുന്നു. ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ്, യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്, പബ്ലിക്കാക്കി ഇട്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. മറ്റ് മത്സരാർത്ഥികളെ കുറിച്ച് ഡിഗ്രേഡ് സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ ഇതൊരു അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക, അതായത് മറ്റുള്ള മത്സരാർത്ഥികളെ കുറിച്ച് ഡിഗ്രേഡ് സംസാരിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെടുത്ത് അതിനെ ഡിഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മളിൽ പേഴ്സണലി മെസ്സേജസ് വരുന്നുണ്ട്, ഭയങ്കര റോങ് സെൻസിലുള്ള മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ അതിൽ കംപ്ലൈൻറ്റും ചെയ്തിട്ടുണ്ട്. ആൾക്കും വരുന്നുണ്ടായിരുന്നു, കുറേ വൃത്തിയുടെ ഫോട്ടോസൊക്കെ വന്നിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണില്ലേ, അനീഷ് ആർമി തന്നെ സഹോദരി എന്ന നിലയിൽ ഇവരെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പെല്ലാം തുടങ്ങിയിരുന്നു. വളരെ മികച്ച രീതിയിലായിരുന്നു തുടക്കത്തിലെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം പോയത്. പക്ഷേ കരുതിക്കൂട്ടി അവർ തന്നെ ഇപ്പോൾ നമ്മുടെ അനുമോളെ മോശക്കാരിയാക്കിക്കൊണ്ട് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് വളരെ താഴേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരം PR വർക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അനുമോൾക്ക് വേണ്ടി വേറെ PR വർക്ക് നടത്തുന്ന കുറച്ച് ആൾക്കാർ വേറെയുമുണ്ട്. അതിന് അനുമോൾ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ചില ഗ്രൂപ്പുകൾ, അനീഷ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ചില ഗ്രൂപ്പുകൾ. ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസിനെ വിന്നറെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. തികച്ചും ജെന്യൂനായിട്ടുള്ള ഒരു മത്സരമോ ഒരു വോട്ടിംഗ് പാറ്റേണോ അല്ല നമ്മുടെ നാട്ടിൽ ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് അവർ തന്നെ ഇപ്പോൾ പുറത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനുമോളും. ഈ അനുമോൾ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോൾ ബിഗ് ബോസിനകത്ത് പിടിച്ചു നിൽക്കുന്നത് അവരുടെ വെറും ഗെയിം പ്ലാനും അല്ലെങ്കിൽ ഗെയിമായ കളികൾ കൊണ്ടൊന്നും തന്നെ അല്ല. കാരണം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ കൂടി മനഃപൂർവ്വം അവർ റീച്ച് ഉണ്ടാക്കിയിട്ട് അവർക്ക് വോട്ടിംഗ് കൂട്ടിക്കൊണ്ടിട്ട് ഇത്തരം ഗ്രൂപ്പുകളെ സ്വാധീനിച്ചിട്ട് തന്നെയാണ് അനീഷ് ആയാലും അതുപോലെ തന്നെ അനുമോളായാലും ഇവർക്കെല്ലാം വോട്ടിംഗ് കൂടുതൽ കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ മനഃപൂർവ്വം കരുതിക്കുട്ടി അനുമോളെ തേജോവധം ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ തെളിവുകളടക്കം ഇവരുടെ കയ്യിലുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ അനുമോൾ അല്ലെങ്കിൽ അനുമോളുടെ സഹോദരിമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് എന്നും കരുതിക്കുട്ടി ചില യൂട്യൂബർമാർ ഇത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അനുമോളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാം. ഒരു പ്രശ്നം
ഒരു പ്രശ്നമല്ല. പക്ഷെ അതിലൂടെ അനീഷ് ആർമി ചെയ്യുന്ന എന്തിനാണ്? അനുവിനെക്കാട്ടിലും അനീഷിന് വോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് നമുക്ക് ഒട്ടും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ എവിഡൻസും നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു. അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഈ ഇടയ്ക്ക് 2 ദിവസം മുന്നേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കും. അവർക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് വെച്ച് കളിക്കാൻ പറ്റില്ല. എല്ലാവരും ഗെയിമിന്റെ പാട്ടായിട്ട് തന്നെ അതിനകത്ത് പോയത്. ഇന്ന് നമുക്കിനി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റയായാലും ഇത് ആരാ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത്? വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇടത്തില്ല ഇല്ലേ? ഒരാൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യോ? നിങ്ങൾ വെറുതെ ചെയ്യോ? ഇല്ല. ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ്സ് എല്ലാം ചെയ്ത് എല്ലാവരും പോയി കഴിയുമ്പോൾ അനുവിന്റെ ആൾക്കാരാണ് PR ആണ്. അപ്പോൾ അനുമോൾക്ക് അനീഷിനേക്കാൾ വോട്ട് കൂടുതലാണ് എന്ന് കേട്ടപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് അനീഷ് ആർമിക്ക് എന്നാണ് അവരുടെ സഹോദരി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അനുമോൾക്കൊരു ലൈഫുണ്ട്, അത് തകർക്കരുത് എന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നും തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത്തരം കാര്യങ്ങൾക്കുള്ള എല്ലാ എവിഡൻസുകളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന നമ്മുടെ അനുമോളുടെ സഹോദരി ഇന്ന് മീഡിയയ്ക്ക് നൽകിയ ഇത്തരം ഒരു അഭിമുഖത്തിൽ പറയുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഇവരുടെ ഈ സ്വകാര്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഗ്രൂപ്പിനകത്തുള്ള ചാറ്റുകൾ എല്ലാം തന്നെ ഇവർ മാക്സിമം മറ്റ് മത്സരാർത്ഥികളെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ അത്തരം ചാറ്റുകളും എല്ലാം എടുത്തുകൊണ്ട് മറ്റ് യൂട്യൂബർമാർക്ക് ഇവർ അയച്ചു കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, ഇത്തരം കാര്യങ്ങളാണ് അനുവിൻ്റെ ഗ്രൂപ്പിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം അനുവിനെ താറടിച്ച് കാണിക്കാനുള്ള ചില പരിപാടികൾ, ചില PR വർക്കുകൾ ചില ആൾക്കാർ ചെയ്തു വരുന്നു എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് അനുവിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു പാറ്റേൺ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അനുവിനെതിരെ ചില മോശപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായി തുടങ്ങിയത് എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്ന അവരുടെ പഴയ ആൺ സുഹൃത്ത് നമ്മുടെ ബിഗ് ബോസിനകത്ത് കയറി ഇറങ്ങിയത് മുതലാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ തമ്മിൽ പണ്ട് ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്നും 5 വർഷത്തിന് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അമ്മ തന്നെയാണ് അനുമോൾക്കെതിരെ ആദ്യമായിട്ട് വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടത്. ആ ഒരു കാര്യത്തിന് ശേഷമാണ് അനുവിനെതിരെ മോശകരമായ ഒരു രീതി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റ പോലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള ഈ സമൂഹ മാധ്യമങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷമാണ് അനുമോളുടെ വോട്ടിംഗ് പാറ്റേൺ കുത്തനെ താഴോട്ട് പോകാൻ വേണ്ടി ഇടയായത്. കാരണം അത്രയും കാലം അനുമോൾ നല്ല ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടി എന്ന നിലയ്ക്ക്, ഒരു നാടൻ കഥാപാത്രം എന്ന നിലയ്ക്ക് ബിഗ് ബോസിനകത്ത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഒരു മത്സരാർത്ഥികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ബാക്കി എല്ലാ മത്സരാർത്ഥികളും കുറച്ച് മോഡേണായ അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ കുറച്ച് ഒരു രീതിയിലുള്ള പരാമർശങ്ങളും സംസാരങ്ങളും ഇംഗ്ലീഷ് വേർഷനും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അനുമോൾ എന്ന് പറയുന്നത് സാധാ ഒരു നാടൻ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് മലയാളികൾക്ക് കുറച്ച് സ്നേഹം കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് പൊട്ടിത്തരങ്ങളും അതുപോലെ തന്നെ കുറച്ച് വിഡ്ഢിത്തങ്ങളും എല്ലാം വിളമ്പുന്ന കൂട്ടത്തിലാണ് നമ്മൾ അനുമോൾ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് കുറച്ച് ഇഷ്ടം കൂടുതലായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ പ്രേമകഥയും അതുമൊക്കെ പുറത്തു വന്നതിന് ശേഷം കുറച്ച് അവരുടെ ഒരു ഇമേജിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബാക്കി കേൾക്കാം. നിങ്ങളും കാണും, അതിനകത്ത് മെമ്പേഴ്സായിട്ട് കാണും. എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സിൽ അതിനകത്തുണ്ട്. ഇവരെന്ത് ചെയ്യും, വന്ന് ചാറ്റ് നടത്തും. ഇന്ന ആൾക്ക് ഇന്ന വോട്ട് മറിക്കാമെന്ന് ചാറ്റ് നടത്തും. ഇതിന്റെ വോയിസ് ക്ലിപ്പും ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവരെന്ത് വിചാരിക്കും, നമ്മളാണ് ചാറ്റ് നടത്തുന്നത്. മനസ്സിലായോ? ഇതിൽ പുറത്ത് പോയി അനുവിന്റെ ആൾക്കാരിൻ്റെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചിട്ട് അനുവിനെ ഡീഗ്രേഡ് ചെയ്യും. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. നമുക്കിതിൽ ഒരു പങ്കുമില്ല. ഒരു അഡ്മിനും ഒരാളെ ഡീഗ്രേഡ് ചെയ്യരുതെന്നും അതായത് ഒരു അഡ്മിനെ പറയുന്നുണ്ട്. ഇത്തരം സ്വകാര്യ ഗ്രൂപ്പാണ് അവരുടേത് എന്ന് പറയുന്നു. അതിപ്പോൾ പബ്ലിക്കാക്കി ഇട്ടിരിക്കുകയാണ്. അനുവിൻ്റെ ഔദ്യോഗിക ചാനലിൽ തന്നെയാണ് അത്തരം ലിങ്കുകളും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തത്. അനു ആർമി എന്ന് തന്നെയാണ് ആ ചാനലിൻ്റെ ലിങ്കിൻ്റെ പേര് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ കയറിയത് ഒരുപാട് ആൾക്കാർ അതിൽ മെമ്പേഴ്സ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ആവുന്നത് യൂട്യൂബേഴ്സാണ്, യൂട്യൂബ് ചാനലുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. അവർ ഇത്തരം ഇതിൻ്റെ താഴെ വന്നിട്ട് അനുമോളെ കുറിച്ചിട്ടല്ല മറ്റു മത്സരാർത്ഥികളെ കുറിച്ചിട്ട് അനീഷിനെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകൾ അടക്കമുള്ള ചാറ്റുകൾ എടുത്തിട്ട് അനീഷ് ആർമി അതിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ തീർച്ചയായിട്ടും അനുവിനെ ഡീഗ്രേഡ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, മാനിപ്പുലേറ്റഡ് ചെയ്ത് എടുക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളെ കുറിച്ചും അനീഷിനെ കുറിച്ച് മാത്രമല്ല ഷേനവാസിനെ കുറിച്ചും അതുപോലെ തന്നെ ബിന്നിയെക്കുറിച്ചും അതുപോലെ ഒരുപാട് മത്സരാർത്ഥികളെ കുറിച്ച് ഇവർ സംസാരം ഇവരുടെ സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്നു. അത്തരം മോശകരമായ ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും എല്ലാം എടുത്തിട്ട്
എടുത്തിട്ട് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ആ യൂട്യൂബേഴ്സ് അത്തരം വീഡിയോകൾ വെച്ചുകൊണ്ട്, അത്തരം വോയിസുകൾ വെച്ചുകൊണ്ട് അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങൾ തയ്യാറാവുന്നു. അത്തരം സമയത്ത് അനുവിനെ മോശമാക്കി കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അനുവിൻ്റെ വോട്ടിങ്ങും പാറ്റേണും എല്ലാം താഴോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല എന്നും ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും അതിനുള്ള എല്ലാ എവിഡൻസും, എല്ലാ തെളിവുകളും, വോയിസ് റെക്കോർഡ് അടക്കം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് അനുമോളുടെ കുടുംബം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ രൂക്ഷകരമായ ഒരു ആക്ഷേപം തന്നെയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അനീഷിന്റെ സഹോദരനാണ് എന്നാണ് ഇവരുടെ സഹോദരി തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ തെളിവുകൾ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കും അവർ അത്തരം ഒരു ആരോപണം ആ കുടുംബത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ബിഗ് ബോസിനകത്ത് യാതൊരു കുഴപ്പവും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഫാമിലി ബിഗ് ബോസിനകത്ത് കയറി ഇറങ്ങിയത് മുതൽ ഇപ്പോൾ അതും തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അനീഷും അനുമോളും രണ്ടാളും അങ്ങോട്ട് കണ്ടാൽ മിണ്ടാത്ത കോലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഏറ്റവും മോശമായ റോൾ മോഡലാക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമായിട്ട് ഇപ്പോൾ അനുമോൾ നമ്മുടെ അനീഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം പുറത്ത് അനീഷ് ആർമി ചെയ്തുകൊണ്ടിരിക്കുന്ന മോശപരമായ ചില കാര്യങ്ങൾ കരുതിക്കൂട്ടി നമ്മുടെ അനുമോളെ ഡിഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള ഫാമിലിയുടെ കണ്ടെത്തൽ. അതെല്ലാം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അതുപോലെ തന്നെ ഈ രണ്ട് ആർമികളും തമ്മിൽ ഇപ്പോൾ തന്നെ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അനീഷ് ആർമിയും അതുപോലെ തന്നെ അനു ആർമിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തുകൊണ്ട് രണ്ടാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഗ്രേഡിങ് ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊന്നും ആരോഗ്യകരമായ ഒരു മത്സരത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. ഈ PR വർക്ക് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വിന്നറായിട്ട് ആൾക്കാർ പുറത്തു വരുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.